ടാറ്റയുടെ ഹാരിയർ SUV ലുക്കിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കിട്ടില്ലൻ വണ്ടിയാണ്. ഭയങ്കര സ്പോർട്ടിയാണ്, ഒപ്പം തന്നെ ഭയങ്കര മാസീവാണ് വണ്ടി കാണാനായിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ടും. അപ്പോൾ പുതിയ ഹാരിയർ നോക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന അത്രയും കണ്ടീഷനുള്ളൊരു വണ്ടിയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 28,000 സംതിങ് കിലോമീറ്ററാണ്. ഇത് XMA എന്ന് പറഞ്ഞ മോഡലാണ്. ഓട്ടോമാറ്റിക്കലി ആക്ച്വലി ബേസ് മോഡൽ വരുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷനൊക്കെ വണ്ടീൻ്റെ പക്കയാണ്. കാരണം ആകെ 28,000 സംതിങ് ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളത്. XMA എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ വണ്ടി തന്നെയാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ബാക്ക് വൈപ്പേഴ്സ്, പവർ വിൻഡോസ്, എയർ ബാഗ്സ്, പവർ സ്റ്റിയറിങ്, AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും. വണ്ടി കാണുമ്പോൾ അങ്ങനെ ബേസ് മോഡലിൻ്റേതായിട്ടുള്ള യാതൊരു ലുക്കും ഉണ്ടാവില്ല. ഇപ്പോൾ പാനോറമിക് സൺറൂഫ് തുടങ്ങിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസ് മാത്രമായിരിക്കും ഇതിനാകെ കുറവുണ്ടാവുക. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര നീറ്റാണ്. കമ്പനി വരുന്ന അതേ ഫുൾ കണ്ടീഷനിലാണ് സ്റ്റിൽ വണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യണത്. റെഡ് കളറിലെ വണ്ടിയാണ്. ഭയങ്കര രസമാണ് വണ്ടി കാണാനായിട്ട്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനല്ല, ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം പ്രസൻ്റ്ലി കറക്റ്റ് ആണ്. 2021 വണ്ടിയുടെ മോഡൽ. കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ 30,000 താഴെ കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലോൺ ഫെസിലിറ്റിയും വണ്ടിക്ക് അവൈലബിൾ ആണ്. പ്രൈസ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻറ്റീരിയർ കണ്ടില്ലേ, എല്ലാം നല്ല സ്റ്റിയറിങ്ങിൻ്റെ അവിടെയും അതിൻ്റെ ആ ഒരു ഗിയറിൻ്റെ ഭാഗം. പിന്നെ ഈ ഹാരിയറിൽ എടുത്ത് പറയേണ്ട ഒരു ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡ് ബ്രേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ കൊടുക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്കാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഹാരിയറിൻ്റെ ബാഡ്ജിങ് കാണാം നമുക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ ലുക്ക് തോന്നുന്നില്ല. കാരണം ഇതുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഒരു കിട്ടില്ലൻ അലോയ്സും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 70,000 കിലോമീറ്റേഴ്സ് വരയ്ക്കും ഓടാൻ സാധ്യതയുള്ള അടിപൊളി ഒരു ടയറാണിത്. അലോയ്സ് നല്ല ക്ലീൻ ബ്രാൻഡ് ന്യൂ അലോയ്സ് മേടിച്ചിട്ടാണ് അവർ വണ്ടിമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പക്ക ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്. അവരുടെ വീട്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എത്രയും വേഗം വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.